അപ്പോൾ ബിസിനസ് സക്സസ്സിൽ ഞാൻ എൻ്റെ ഒരു ഐഡിയ പറയാം. ആദ്യത്തെ മൈൻഡിൽ നമ്മൾ സെറ്റ് ചെയ്യേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഫെയിലിയർ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല ഇവിടെ. കാരണം നമ്മൾ ചെറുപ്പത്തിലാണെങ്കിൽ നമ്മൾ ഫെയിലാവുന്നത് എന്തോ മോശമാണോ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത്. ഇപ്പോൾ എക്സാമിലായി കഴിഞ്ഞാൽ ഫെയിലാവുക എന്ന് പറഞ്ഞാൽ വളരെ ഒരു നെഗറ്റീവാണല്ലോ നമ്മുടെ മൈൻഡിലേക്ക് വരുന്നൊരു ഇമ്പ്രഷൻ, ഫെയിലാവുക എന്ന് പറഞ്ഞാൽ. പക്ഷേ ഫെയിലിയേഴ്സിന് നമ്മൾ ഫീഡ്ബാക്ക് എന്നുള്ളൊരിതിൽ മാത്രമേ കാണാൻ പാടുള്ളൂ. അതായത് ഫെയിലിയേഴ്സ് ഇല്ല, സക്സസ്സും ഫീഡ്ബാക്കും ഉള്ളൂ. ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ലെസൺ അല്ലെങ്കിൽ ഒരു ഇൻപുട്ട്, എന്ത് നമ്മൾ കറക്റ്റ് ചെയ്യണം എന്നുള്ള ഒരു സിഗ്നൽ മാത്രമാണത്. നമ്മളെവിടെ ഫെയിൽ ആയി കഴിഞ്ഞാൽ എന്തോന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സിഗ്നൽ തരുന്നു. ഫെയിലിയർ എന്ന് അതുകൊണ്ടാണ് ഈ ഫെയിലിയർ ചെറുപ്പത്തിലായാലും നമ്മൾ എക്സാമിന് ഫെയിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ ആൾക്കാരുണ്ടല്ലോ ഫെയിലായിട്ട് ആത്മഹത്യ ചെയ്ത് കുട്ടികളൊക്കെ ഉണ്ടല്ലോ. അതായത് നമ്മൾ ശരിക്കും കുട്ടികളെ ഫെയിലാവാൻ പഠിപ്പിക്കണം എന്നാണ് പറയുക. കാരണം അവരെ ഫെയിലാവാൻ പഠിപ്പിക്കണം. അവർ ഫെയിൽ ചെയ്തിട്ട് ആ ഫെയിലിയർ ഇതിൻ്റെ ഭാഗം, നമ്മളെ നോർമൽ ലൈഫിൻ്റെ ഭാഗമാണെന്ന് അവർക്ക് മനസ്സിലാവണം. അതുകൊണ്ടാണ് ബിസിനസ്സിൽ ഫെയിലാവുന്ന ആൾക്കാർ അവിടെ തന്നെ ഉപേക്ഷിക്കുന്നത്. കാരണം ഫെയിലായി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മൾ കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫെയിലിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ തോറ്റു എന്നാണ്. പിന്നെ ഒരു സ്റ്റെപ്പ് എടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഫെയിലിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഫീഡ്ബാക്ക് മാത്രമാണ് നമ്മുടെ മൈൻഡിൽ വരാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഓക്കെ, നമുക്കൊരു ഫീഡ്ബാക്ക് കിട്ടി, കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി, ഇനിയും അപ്പോൾ ഇത് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇത് ഫീഡ്ബാക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് ഒന്നാമത്തെ ഒരു കാര്യം.